എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എളുപ്പ വഴിയിൽ മാങ്ങാച്ചാർ എങ്ങനെ ഇടുന്നു എന്നുള്ളതിൻ്റെതാണ് റെമഡി. ഏറ്റവും രുചിയാണിത്. നമുക്കൊത്തിരി കഷ്ടപ്പാടുമില്ല. സമയമില്ലാത്തവർക്കൊക്കെ ചെയ്ത് ഒന്ന് ടേസ്റ്റ് നോക്കുക. അതിന് 1 കിലോ മാങ്ങയാണ് ചെത്തി കഴുകി വച്ചിരിക്കുന്നത്. മാങ്ങ പോളിക്കഴിഞ്ഞ് ഇനി അരിയണം. പച്ചമാങ്ങ എളുപ്പത്തിൽ അച്ചാറിടാനുള്ള സാധനങ്ങളെല്ലാം റെഡിയായി. ഇത് മുളക് പൊടി, ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, ഇത് മുതിര പൊടിച്ചത്, ഇത് കറിവേപ്പില, കായം എണ്ണയിൽ വറുത്ത് പൊടിച്ചത്, ഇത് ഉലുവ, കടുക് ഇത് പൊടിച്ചത്, ഇത് എണ്ണ, വെളിച്ചെണ്ണ, ഇത് കടുക് പരിപ്പ്. നമുക്ക് കടുക് വറുത്തിട്ട് പരിപ്പാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ലാതെ കടയിൽ പാക്കറ്റായിട്ട് കടുക് പരിപ്പ് കിട്ടും. ഇത് ഉപ്പ്. ഇനി ഇതിലേക്ക് ഈ സാധനങ്ങളെല്ലാം ഇടാൻ പോവുകയാണ്. ഇത് ഉപ്പിട്ട് ഓരോ സാധനങ്ങൾ ഇടുവാണ്. ഉലുവ, കടുക്, മുളക് പൊടി, ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. ഇത് വെളിച്ചെണ്ണ, മുളക് പൊടി, ഉലുവ, കടുക്, കായം പൊടിച്ചത്, കറിവേപ്പില, മുതിര വറുത്ത് പൊടിച്ചത് അല്പം എടുക്കുള്ളൂ കേട്ടോ, മാങ്ങ, ഉപ്പ്, ഇതെല്ലാം കൂടെ ഇനി തിരുമ്മാൻ പോവാണ്. ഈ ചേരുവകളെല്ലാം കൂട്ടി കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി തട്ടിപ്പൊത്തി മൂടി വെക്കണം. എന്നിട്ട് ഇടയ്ക്ക് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പം ഒന്ന് ഇളക്കിയിട്ട് ഉപ്പ് കറക്റ്റാണ്, ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ അല്പം കൂടെ ഉപ്പ് ഇതിലേക്ക് ഇടുക. എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ തട്ടിപ്പൊത്തി വെക്കുക. വെച്ചിട്ട് തലേ ദിവസം ഇങ്ങനെ വെച്ച് പിറ്റേ ദിവസം ആകുമ്പോഴാണ് നമ്മളിത് എടുക്കുമ്പം നമുക്കിതിനകത്ത് ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നമുക്കറിയാൻ പറ്റും. ഇതിനകത്ത് വെള്ളമോ വിനാഗിരിയോ ഒഴിക്കുന്നില്ല. എങ്കിലും ഒരു 6 മാസത്തേക്ക് ഒരു കേടും കൂടാതെ നമുക്കിത് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നനഞ്ഞ സ്പൂണ് കൊണ്ട് എടുക്കാതെയും അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാനുള്ള സാധനം മാത്രം വേറെ പാത്രത്തിലേക്ക് എടുത്തിട്ട് അടപ്പ് ടൈറ്റായിട്ട് അടച്ച് വയ്ക്കുകയും ചെയ്യുക. ഇത് കുപ്പിക്കകത്ത് നിറച്ച് കഴിയുമ്പോൾ ഒരല്പം എണ്ണ ചൂടാക്കി തണുപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലേക്കൂടെ അങ്ങ് ഒടിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ സേഫാണ്. എല്ലാവരും ഒന്ന് വെച്ച് ഉപയോഗിച്ച് നോക്കുക. ഇഷ്ടമാണെങ്കിൽ നിങ്ങളിത് വേണ്ടത് ചെയ്യുക. ഓക്കേ.